നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മോദിയുടെ വാഗ്ദാനങ്ങൾ കേരള ജനത വിശ്വസിക്കില്ല. ജനങ്ങളെ എന്നും പറ്റിക്കാമെന്ന ധാരണ വേണ്ട. പൗരത്വ ഭേദഗതി നിയമത്തിൽ രാഹുൽ ഗാന്ധിയുടെ മൗനം RSS അജണ്ട നടപ്പാക്കുന്നതല്ലേ എന്നും പിണറായി വിജയൻ. BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മതരാഷ്ട്രമാകുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. RSS അജണ്ടയെ എതിർക്കാൻ ആർജവമുള്ളത് ഇടതുപക്ഷത്തിന് മാത്രമെന്ന് സുഭാഷ് നിയേലി. കേരളത്തിലാദ്യമായി ഡബിൾ ഡെക്കർ ട്രെയിനിന്റെ പരീക്ഷണയോട്ടം. ഉദയ എക്സ്പ്രസ് പാലക്കാട്ടെത്തിയത് സ്ഥിരം സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി. പാലക്കാട് ജംഗ്ഷനിലെ സൗകര്യങ്ങൾ തൃപ്തികരം. ഡിവിഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ട്രെയിനിനെ വരവേറ്റു. കൊടും വേനലിൽ ജലസംഭരണത്തിൽ വീഴ്ച. മങ്കര കണ്ണംകടവ് തടയണയിൽ ജലം ഷട്ടറിടാത്തതിനാൽ ഒഴുകി പാഴായി. അധികൃതരുടെ അനാസ്ഥയെന്ന് ആക്ഷേപം. പൂരാവേശത്തിൽ തൃശൂർ. നഗരം സാമ്പിൾ വെടിക്കെട്ടിനൊരുങ്ങി. സാമ്പിൾ ഇന്ന് വൈകിട്ട് 7:30. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വനം വകുപ്പിന്റെ 2ാമത്തെ സർക്കുലറും പിൻവലിച്ചതോടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്കും പരിഹാരം. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കമായി. പൂരം 19-ന്. വാർത്തകൾ വിശദമായി. നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നരേന്ദ്രമോദിയുടെ വാഗ്ദാനങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ലെന്നും എല്ലാ തവണയും പറ്റിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമത്തിൽ രാഹുൽ ഗാന്ധിയുടെ മൗനം RSS അജണ്ട നടപ്പാക്കുന്നതല്ലേ എന്നും പിണറായി ചോദിച്ചു. പട്ടാമ്പിയിൽ LDF തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഭരണത്തിൽ രാജ്യം വലിയ അപകടാവസ്ഥയിലാണ്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെന്നും രാജ്യത്തിന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം. രാഷ്ട്രം അപകടാവസ്ഥയിലാണെന്ന ചിന്ത എല്ലാവരിലുമുണ്ട്. ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം രാജ്യം ഭരിക്കുന്ന BJP ആണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തകർന്നുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ തകരാതെ കാത്തുസൂക്ഷിക്കണം. ഇതാണ് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പിൽ അർപ്പിതമായിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം. കേരളത്തോടുള്ള ജനവിരുദ്ധ മനോഭാവമാണ് മോദിക്കും കേന്ദ്ര സർക്കാരിനുമുള്ളത്. കേരളത്തിൽ പല വിഷമഘട്ടങ്ങൾ ഉണ്ടായിട്ടും കേന്ദ്രം സഹായിച്ചില്ല. എന്നിട്ടാണിപ്പോൾ മോദി കേരളത്തിലെത്തി വാഗ്ദാനങ്ങൾ വാരിക്കോരി ചൊരിയുന്നത്. പ്രധാനമന്ത്രിയുടെ വാഗ്ദാനങ്ങളൊന്നും ജനം വിശ്വസിക്കില്ലെന്നും എല്ലാ തവണയും മോദിക്ക് ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമത്തിൽ അഭിപ്രായം പിന്നെ പറയാമെന്ന MM ഹസന്റെ പ്രസ്താവന എത്ര അപഹാസ്യമാണെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. പൗരത്വ ഭേദഗതി നിയമത്തിൽ കേരളത്തിലെ 18 UDF MPമാർ പാർലമെന്റിൽ ഒരക്ഷരം പോലും മിണ്ടിയില്ല. പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ ഇതുവരെ രാഹുൽ ഗാന്ധി അഭിപ്രായം പറയാത്തത് RSS അജണ്ട നടപ്പാക്കുന്നതല്ലേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. അതിനകത്ത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം ഉണ്ടായി. ഏകകണ്ഠമായി ഈ നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന പ്രമേയം നിയമസഭ അംഗീകരിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിന്റെ കേരള അധ്യക്ഷൻ KPCC പ്രസിഡന്റ് അന്നത്തെ അദ്ദേഹം പറയാണ്, കേന്ദ്രം പാസ്സാക്കിയ നിയമം ഇവിടെ നിയമസഭ പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് നടപ്പാക്കാതിരിക്കുമോ? എത്ര ചരിത്ര നിഷേധമായ പ്രസ്താവനയാണ്! എന്താണ് ആ പ്രസ്താവനയുടെ പൊരുൾ? എന്താണ് ഇവർക്ക് നിലപാട് വ്യക്തമാക്കാൻ മടിയെന്നും പിണറായി പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ കരുത്ത് എല്ലാ അപകടങ്ങളെയും തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇടതുപക്ഷ നിലപാട് വ്യത്യസ്തമാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പിയിൽ പ്രചരണ പൊതുയോഗം സംഘടിപ്പിച്ചത്. മുഹമ്മദ് മുഹ്സിൻ MLA അധ്യക്ഷനായി. മന്ത്രി MB രാജേഷ്, AK ബാലൻ, A. വിജയരാഘവൻ, NN കൃഷ്ണദാസ്, NP വിനയകുമാർ, T. ഗോപാലകൃഷ്ണൻ, മറ്റ് ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മതരാഷ്ട്രമാകുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ മഞ്ഞളാടിപ്പടിയിൽ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. BJPയുടെ മുഖ്യശത്രു ഇടതുപക്ഷമാണെന്ന്
മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. മതനിരപേക്ഷത മുന്നോട്ട് വയ്ക്കുന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ വേട്ടയാടുന്നത്. ഇടതുപക്ഷം തകർന്നാൽ ഇന്ത്യ തന്നെ തകരുമെന്ന് മന്ത്രി പറഞ്ഞു. ഒന്നുമില്ല, അതെല്ലാം പകർന്ന് തരിപ്പണമാക്കുന്ന ഭരണ ഭീകരതയുടെ ഏറ്റവും ക്രൂരമായ അട്ടഹാസം നമ്മൾ അനുഭവിക്കേണ്ടി. അതുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ദേശാഭിമാനികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവരെ പരാജയപ്പെടുത്തിയിട്ട് കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി വിജയിപ്പിച്ചുകൊണ്ട് ആ ദൗത്യം നിർവഹിക്കാൻ കഴിയും. ഇവിടെയാണെങ്കിൽ BJPയോടൊപ്പം ആന്തരികമായും ബാഹ്യമായും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF അവരോടൊപ്പം നീങ്ങുകയാണ്. ഈ രണ്ട് വിഭാഗത്തിൻ്റെയും പൊതുശത്രു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ അധിനായകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ. നഗരസഭാ കൗൺസിലർ പി ശ്രീകുമാരൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം M ഹംസ, വരോട് ലോക്കൽ സെക്രട്ടറി PC സോമൻ, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് T സുനിൽ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K അബ്ദുൽ നാസർ, IM സതീശൻ, ജനതാദൾ S ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് K ബാബു മൊയ്തീൻകുട്ടി, അഡ്വക്കേറ്റ് T രവിശങ്കർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നു. മൂന്നാം ഘട്ട പ്രചരണത്തിന്റെ ഭാഗമായി റാലികളും പൊതുയോഗങ്ങളും നടത്തുന്ന തിരക്കിൽ മുന്നണികൾ. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഏപ്രിൽ 18 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോട്ടായിൽ പ്രസംഗിക്കും. ഏപ്രിൽ 20 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് പെരിങ്ങോട്ടുകുറിശി നടുവത്തപ്പാറയിൽ നടത്തുന്ന പൊതുയോഗത്തിൽ ജോൺ ബ്രിട്ടാസ് MP പങ്കെടുക്കും. പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗം ഏപ്രിൽ 19 വെള്ളിയാഴ്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AK ബാലൻ മാത്തൂർ ആനിക്കോടും പ്രസംഗിക്കും. ഏപ്രിൽ 20 ശനിയാഴ്ച പറളി ചെക്ക് പോസ്റ്റിലും LDF പൊതുയോഗം സംഘടിപ്പിക്കും. UDF പൊതുയോഗങ്ങൾ തീരുമാനിക്കുന്നതേ ഉള്ളൂവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. BJP എതിർക്കാൻ കോൺഗ്രസിനാകില്ലെന്നും അതിന് കരുത്തുള്ളത് ഇടതുപക്ഷത്തിന് മാത്രമാണെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി. LDWF ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുഭാഷിണി അലി. മോദി ഭരണത്തിൽ രാജ്യത്ത് സ്ത്രീ സുരക്ഷ അപകടത്തിലായെന്നും സുഭാഷിണി അലി പറഞ്ഞു. KPCC പ്രസിഡന്റ് പോലും BJPയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന് സുഭാഷിണി അലി ആക്ഷേപിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നേതാക്കളും ജനപ്രതിനിധികളും ദിനംപ്രതി BJPയിലേക്ക് ചേക്കേറുകയാണ്. കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി. മണിപ്പൂരിൽ ഒരു ദിവസം പോലും പോകാത്ത പ്രധാനമന്ത്രിയാണ് തൃശ്ശൂരിൽ ഒരു നടനുവേണ്ടി റോഡ് ഷോയ്ക്ക് പതിവായെത്തുന്നത്. സ്ത്രീ സുരക്ഷയ്ക്ക് ഒരു പ്രാധാന്യവും നൽകാത്ത സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത്. രാജ്യത്ത് സ്ത്രീ സുരക്ഷ അപകടത്തിലാണെന്നും സുഭാഷിണി അലി പറഞ്ഞു. He has got one cinema actor as his candidate. That cinema actor is such a person that when he went to put a crown on Mother Mary's head, Mother Mary said, "Vanda, Vanda," and the crown fell down. Such a person is the BJP candidate, and Modi ji has come. I think every week he is coming. Yes. Every week. He has no other work. Iran and Israel, there's a war going on. Palestinian people are dying. Our people have been arrested from the boat. In Manipur, yesterday also people were killed. But Modi ji has got no other work, only coming to Trishur. Maybe he is wearing a mundu also, I don't know, and saying, Suresh Gopi, Modi, Suresh Gopi. This is his only work now. മോഡി ഇപ്പോൾ തൃശ്ശൂരിൽ വന്നു. അവിടെ ഒരു സിനിമാ നടനെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ സിനിമാ നടൻ മദർ മേരിയുടെ തലയിൽ ഒരു കിരീടം വെച്ചു. മദർ മേരി പറഞ്ഞു, വേണ്ടാന്ന്. ആ കിരീടം താഴെ വീണു. നമ്മുടെ നാട്ടിൽ, ഇന്ത്യ രാജ്യത്ത് നിരവധി കലാപങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ പാവപ്പെട്ടവർ കഷ്ടപ്പാടിൽ നിന്ന് കഷ്ടപ്പാടിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. മണിപ്പൂരിൽ കലാപങ്ങൾ നടക്കുന്നു, പാവപ്പെട്ടവർ ആക്രമിക്കപ്പെടുന്നു. പക്ഷേ ഇതൊന്നും മോഡിക്ക് പരിഗണനാ വിഷയമേ അല്ല. മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് A പ്രഭാവതി അധ്യക്ഷത വഹിച്ചു.
മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുബൈദ ഇസ്ഹാഖ്, ഏരിയ സെക്രട്ടറി പി സിന്ധു, കെ പി വസന്ത, സി കെ സൗമ്യ, പി ജിഷ, കെ സന്ധ്യ, വി സി സിന്ധു, ടി ആർ അംബിക എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളത്തിലൂടെ ആദ്യമായി പരീക്ഷണോട്ടം നടത്തി ഡബിൾ ഡെക്കർ ട്രെയിൻ. സ്ഥിരം സർവീസിന് മുന്നോടിയായാണ് ഡബിൾ ഡെക്കറായ ഉദയ എക്സ്പ്രസ് പരീക്ഷണോട്ടം നടത്തിയത്. തെരഞ്ഞെടുപ്പിന് ശേഷമാകും ട്രെയിൻ സർവീസ് സ്ഥിരമാക്കാനുള്ള തീരുമാനമെടുക്കുക. ബാംഗ്ലൂർ കോയമ്പത്തൂർ ഉദയ എക്സ്പ്രസ്സാണ് പാലക്കാട്ടേക്ക് നീട്ടുന്നത്. ഇതിന്റെ ഭാഗമായിരുന്നു പരീക്ഷണ ഓട്ടം. കോയമ്പത്തൂർ മുതൽ ബാംഗ്ലൂർ വരെ 432 കിലോമീറ്ററാണ് സർവീസ്. കോയമ്പത്തൂരിൽ നിന്നും പൊള്ളാച്ചി വഴി പാലക്കാട്ടേക്ക് വരുന്നതോടെ 90 കിലോമീറ്റർ കൂടി സർവീസ് നടത്തേണ്ടി വരും. രാവിലെ 8 മണിക്ക് കോയമ്പത്തൂരിൽ നിന്ന് യാത്ര തിരിച്ച ഉദയ എക്സ്പ്രസ് 10:45 പാലക്കാട് ടൗണിലും 11:05 പാലക്കാട് ജംഗ്ഷനിലും എത്തിച്ചേർന്നു. പാലക്കാട് ജംഗ്ഷനിൽ റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ട്രെയിനിന് സ്വീകരണം നൽകി. പാലക്കാട് ജംഗ്ഷനിലെത്തിയ ട്രെയിൻ മുഴുവൻ ട്രാക്കുകളിലും പരീക്ഷണ ഓട്ടം നടത്തി. സാധാരണ ട്രെയിനുകളേക്കാൾ ഉയരമുള്ള ഡബിൾ ഡെക്കർ എത്തുമ്പോൾ പ്ലാറ്റ്ഫോമും ട്രാക്കും സുരക്ഷിതത്വവുമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. തെരഞ്ഞെടുപ്പിന് ശേഷമാവും ട്രെയിൻ സർവീസ് സ്ഥിരമാക്കാനുള്ള തീരുമാനമെടുക്കുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അധികൃതരുടെ അനാസ്ഥ. ലക്ഷങ്ങൾ മുതൽ മുടക്കി നിർമ്മിച്ച തടയണയിലെ വെള്ളം പാഴായി. മങ്കര കണ്ണങ്കടവ് തടയണയിലെ ജലമാണ് ഷട്ടിടാത്തതിനാൽ പൂർണ്ണമായും പാഴായത്. 2-3 വർഷം മുൻപ് വരെ കർഷകരുടെ കൂട്ടായ്മയിൽ മരം കൊണ്ടുള്ള ഷട്ടർ സ്ഥാപിച്ചിരുന്നു. പിന്നീടത് ദ്രവിച്ച് നശിച്ചു. എന്നാൽ 3 മാസം മുൻപ് ബന്ധപ്പെട്ട അധികൃതർ സ്ഥലം സന്ദർശിച്ച് പരിശോധിച്ച് ഫൈബർ ഷട്ടർ സ്ഥാപിക്കാമെന്ന് കർഷകർക്ക് ഉറപ്പ് നൽകിപ്പോയെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. നിലവിൽ 12 ഷട്ടറുകളും തുറന്ന അവസ്ഥയിലാണ്. വെള്ളം പാഴായതോടെ 1.5 കിലോമീറ്റർ ദൂരം വരെ ഒരിറ്റ് വെള്ളം പോലും ഇല്ലാതെ പുഴ വറ്റി വരണ്ടു. ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് 4 വർഷം മുൻപ് തടയണ പൂർത്തീകരിച്ചത്. പൂർത്തീകരിച്ച് 2 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നേ വരെ ഷട്ടർ സ്ഥാപിക്കാൻ തയ്യാറായതുമില്ല. ഇതോടെ മങ്കര റെയിൽവേ സ്റ്റേഷൻ കാളികാവ് മേഖലയിൽ ജലക്ഷാമം രൂക്ഷമായി. നിരവധി പേരുടെ കിണറുകളിൽ വെള്ളം താഴ്ന്ന അവസ്ഥയിലാണ്. പച്ചക്കറി, തെങ്ങ്, വാഴ ഇവയെല്ലാം ഉണങ്ങി നശിച്ചു. മങ്കര റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ 100 കണക്കിന് കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്നത് ഈ തടയണയിലെ ജലമാണ്. ഒരിറ്റു വെള്ളം പോലും ഇല്ലാതെ വറ്റിവരേണ്ട പാറകളാണ് പുഴയിൽ കാണാൻ കഴിയുന്നത്. ഇനിയെങ്കിലും അധികൃതർ ഷട്ടർ സ്ഥാപിക്കാനുള്ള നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകൻ ഷംസുദ്ദീൻ മാങ്കുറിശി ആവശ്യപ്പെട്ടു. കണ്ണങ്കടവ് ചെക്ക് ഡാമിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഈ ചെക്ക് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഏകദേശം 1.5 കിലോമീറ്ററോളം ഇപ്പോൾ കാണുന്ന ഈ സ്ഥിതിയിലാകാൻ കാരണം ഇവിടെ ഷട്ടറില്ലാത്തതിൻ്റെ കുറവാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തിലുള്ള മങ്കര, കാരാട്ടുപറമ്പ്, അതുപോലെ മങ്കര ഭാഗത്തും റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തും അതുപോലെ മാങ്കുറിശി ചുറ്റുഭാഗങ്ങളിലൊക്കെ വെള്ളത്തിന് ക്ഷാമം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തീർച്ചയായിട്ടും ഷട്ടർ ഇടുകയാണെങ്കിൽ ഈ ക്ഷാമം ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് ഭരണാധികാരികൾ പറഞ്ഞു, പെട്ടെന്ന് തന്നെ 2 മാസം മുമ്പ് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇവിടെ ഫൈബർ ഷട്ടർ നിർമ്മിക്കാം. പക്ഷേ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഷട്ടർ നിർമ്മിച്ച് ഈ വർഷം എന്തായാലും ഇനി നടക്കില്ല, അടുത്ത വർഷത്തേക്ക് ഭാവി കണ്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ കമ്പനിപ്പടിയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. അമ്പലപ്പാറ ചുനങ്ങാട് സ്വദേശി കാണിക്കൽ വീട്ടിൽ ബഷീറിന്റെ മകൻ 36-കാരൻ മുഹമ്മദ് ഫർഹാനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു അപകടം. പൂരാവേശത്തിൽ തൃശൂർ നഗരം സാമ്പിൾ വെടിക്കെട്ടിനായി ഒരുങ്ങി. ഇന്ന് വൈകിട്ട് 7:30 ആദ്യം തിരുവമ്പാടിയും തുടർന്ന് പാറമേക്കാവും വെടിക്കെട്ടിന് തിരികൊളുത്തും. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന് ഇത്തവണ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളെ നയിക്കുക ഒരാളാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ട ചരിത്രത്തിൽ ആദ്യമായാണ് 2 വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ചുമതല ഒരാളിൽ എത്തുന്നത്. മുണ്ടത്തിക്കോട് സ്വദേശി PM സതീഷാണ് ഇരുവിഭാഗത്തിന്റെയും വെടിക്കെട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ചുമതല ഇദ്ദേഹത്തിനായിരുന്നു. അതേസമയം നഗരം കനത്ത പോലീസ് സുരക്ഷാ വലയത്തിലാണ്. സ്വരാജ് റൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പെസോയും പോലീസും അനുവദിച്ച സ്ഥലങ്ങളിൽ നിന്ന് വെടിക്കെട്ട് കാണാം. പഴയ
നിലയമെട്ടുകൾ മുതൽ ബഹുവർണ്ണാമെട്ടുകൾ, ഗുണ്ട, കുഴിമിന്നി, ഓലപ്പടക്കം തുടങ്ങിയവയും വെടിക്കെട്ടിലുണ്ടാകും. 19-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. 20-ന് പുലർച്ചെ 3 മണിക്കാണ് പ്രധാന വെടിക്കെട്ട്. പകൽപൂരത്തിന് ഉപചാരം ചൊല്ലി പിരിഞ്ഞ ശേഷവും വെടിക്കെട്ടുണ്ടാകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പൂരം പ്രതിസന്ധി ഒഴിവായി. വനം വകുപ്പിന്റെ 2ാമത്തെ വിവാദ ഉത്തരവും സർക്കാർ പിൻവലിച്ചു. ആനകളുടെ റീവെരിഫിക്കേഷൻ സംബന്ധിച്ച നിബന്ധനയാണ് ഒഴിവാക്കിയത്. സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത് ദേവസ്വങ്ങളും ആനയുടമകളും രംഗത്തെത്തി. ഇതിനിടെ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ചമയപ്രദർശനത്തിന് തുടക്കമായി. ആനകളുടെ പരിശോധനയ്ക്ക് വനം വകുപ്പിന്റെ വൻ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിലായിരുന്നു ആനകളെ റീവെരിഫിക്കേഷൻ നടത്തണമെന്ന നിർദ്ദേശം. ഉത്തരവ് നടപ്പാക്കിയാൽ ആനകളുടെ ആരോഗ്യസ്ഥിതി തെളിയിക്കുന്നതിന് ദിവസങ്ങൾ നീണ്ട പരിശോധന വേണ്ടിവരുമെന്നും ഇതിനാൽ ആനയെ വിട്ടു നൽകാനാകില്ലെന്നും ഉടമകൾ അറിയിച്ചിരുന്നു. പിന്നാലെ ദേവസ്വവും പ്രതിഷേധം രേഖപ്പെടുത്തിയതോടെയാണ് മന്ത്രി കെ രാജൻ വനം മന്ത്രിയുമായി സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത്. ഞങ്ങൾ പറഞ്ഞിരുന്നു, അതാത് ഘട്ടങ്ങളിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പൊതുപെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴും വളരെ ഗൗരവത്തോടു കൂടി തന്നെ തിരുവമ്പാടി, പാറമേക്കാവ് ഉൾപ്പെടെയുള്ള ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന പൂരത്തിൽ അവരുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി CCFുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. ആ പ്രശ്നം ഇന്ന് രാവിലെ വനം വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള 12ാമത്തെ കാര്യം, റീവെരിഫിക്കേഷൻ ഓഫ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ആ പോർഷൻ പൂർണ്ണമായും സർക്കുലറിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകും. അതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് 12ാമത്തെ കോളം, 12ാമത്തെ ആവശ്യം, അതായത് റീവെരിഫിക്കേഷൻ എന്ന ആവശ്യം സർക്കുലറിൽ നിന്ന് മാറ്റണം എന്നാലോചിച്ചു. സ്വാഭാവികമായിട്ടും തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യം 12ഉം 13ഉമാണ്. 12 മാറ്റപ്പെടുന്ന സാഹചര്യത്തിൽ പിന്നെ 13-ന് കാര്യമായ പ്രസക്തി ഉണ്ടാകില്ല. കോടതി പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുമ്പോൾ തന്നെ അനാവശ്യമായ ഒരു വെരിഫിക്കേഷൻ കൂടി വേണം എന്ന നിർദ്ദേശം ഇപ്പോൾ പിൻവലിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഒരു തർക്കവും ഇതുമായി ബന്ധപ്പെട്ടില്ല. പൂരപ്രേമികളും സംഘാടകരുമായി അതത് സമയങ്ങളിൽ ആലോചിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പൂരം നല്ലതുപോലെ നടത്തണം എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ധാരണ. വെറ്റിനറി ഡോക്ടർമാരുടെ പരിശോധനാ സർട്ടിഫിക്കറ്റുള്ള ആനകളുടെ ഫിറ്റ്നസ് പുനഃപരിശോധന അപ്രായോഗികമെന്ന് വനം മന്ത്രിയും വ്യക്തമാക്കി. ഇതിനിടെ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ചമയപ്രദർശനത്തിന് തുടക്കമായി. നാളെയാണ് പൂരവിളംബരം. 19-നാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ പൂർത്തിയാകാത്ത റൂഫിംഗ് പ്രവൃത്തി അപകട ഭീഷണിയാകുന്നു. കെട്ടിടത്തിന് മുകളിൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച പണി പൂർത്തിയാക്കാത്ത മേൽക്കൂരയുടെ 40ഓളം കാലുകൾ തുരുമ്പെടുത്ത നിലയിലാണ്. വലിയ ദുരന്തത്തിന് നഗരം സാക്ഷിയാകേണ്ടി വരുമെന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ കാലപ്പഴക്കം മൂലമുള്ള ചോർച്ചയ്ക്ക് പരിഹാരമെന്ന നിലയിലാണ് 10 വർഷം മുമ്പ് ഇരുമ്പ് ഷീറ്റ് മേയാൻ തീരുമാനിച്ചത്. എന്നാൽ പ്രവൃത്തി പാതി വഴിയിൽ നിലച്ചു. താൽക്കാലിക റൂഫിങ്ങിനായി സ്ഥാപിച്ച 40ഓളം ഇരുമ്പ് തൂണുകൾ ഇപ്പോൾ തുരുമ്പെടുത്ത് വേർപെട്ട നിലയിലാണ്. നൂറുകണക്കിന് ബസ്സുകളും യാത്രക്കാരും വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിൽ വലിയ അപകട ഭീഷണി നിലനിൽക്കുകയാണെന്ന് സാമൂഹ്യ പ്രവർത്തകൻ നിഖിൽ കൊടിയത്തൂർ ചൂണ്ടിക്കാട്ടി. അധികാരികൾ വിഷയത്തിൽ ജാഗ്രതയോടെ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നിഖിൽ ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും നഗരസഭാ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. പാലക്കാട് പട്ടണത്തിൻ്റെ നടുവിൽ വർഷങ്ങളായി നിലകൊള്ളുന്ന ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ ഈ പഴക്കം ചെന്ന ബിൽഡിങ്ങിൻ്റെ ചോർച്ചയും മറ്റും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി റൂഫ് ഇടാൻ വേണ്ടി ചെയ്തു വെച്ച ഈ ഫ്രെയിം ഇരുമ്പുകളെല്ലാം ദ്രവിച്ച് വളരെ ദുരന്തകരമായ ഒരു സാഹചര്യത്തിലാണ്. വലിയൊരു അപകടത്തിന് ഈ നഗരം സാക്ഷിയാവേണ്ടി വരും. ഏകദേശം 40ഓളം കാലുകൾ ഈ ഫ്രെയിമിനെ താങ്ങി നിർത്തുന്നുണ്ട്. അതിൽ 30-ൽ പരം ഫ്രെയിമുകളും വേറിട്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാനുള്ളത്. ഇതിന് അധികാരികളുടെ ഭാഗത്തു നിന്ന് അടിയന്തരമായ ജാഗ്രതയോടുകൂടിയുള്ള നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരുപാട് ജീവഹാനി സംഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. റൂഫിംഗ് ഷീറ്റ് സ്ഥാപിക്കാൻ ഇരുമ്പുകൊണ്ടുള്ള കാലും ഫ്രെയിമുകളും നിർമ്മിച്ച് പ്രവൃത്തി പൂർത്തീകരിക്കാത്തതുമൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും അനാസ്ഥ സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ശക്തമായ കാറ്റടിച്ചാൽ ഇരുമ്പുകാലുകൾ ഉൾപ്പെടെ നിലം പൊത്തുമെന്നിരിക്കെ അപകട ഭീഷണി ഒഴിവാക്കാൻ സത്വര നടപടി അനിവാര്യമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായിരുന്ന രാധാകൃഷ്ണന്റെ വേർപാടിൽ അനുശോചനം അറിയിച്ച് മണ്ണൂരിൽ അനുസ്മരണ യോഗം നടന്നു. മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. അനുസ്മരണ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ശിവപ്രകാശ് അധ്യക്ഷനായി. ഒരുപാട് ത്യാഗങ്ങൾ സങ്കടങ്ങൾ കഴിച്ചും അങ്ങനെയൊക്കെ ആണെങ്കിലും ആ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒറ്റക്കെട്ടായി ആരോഗ്യസ്ഥിതിയൊക്കെ BM അൻവർ സാദിഖ്, INTUC ജില്ലാ സെക്രട്ടറി PC പ്രീദത്ത്, KP മുനീർ, അശ്വജിത്ത്, പഞ്ചായത്ത് അംഗം PU റെജുല, സക്കറിയ, PC പക്കീർ മുഹമ്മദ്, PC രവികുമാർ, സിദ്ദിഖ്, ചന്ദ്രൻ, ബേബി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മോദിയുടെ വാഗ്ദാനങ്ങൾ കേരള ജനത വിശ്വസിക്കില്ല. ജനങ്ങളെ എന്നും പറ്റിക്കാമെന്ന ധാരണ വേണ്ട. പൗരത്വ ഭേദഗതി നിയമത്തിൽ രാഹുൽ ഗാന്ധിയുടെ മൗനം RSS അജണ്ട നടപ്പാക്കുന്നതല്ലേ എന്നും പിണറായി വിജയൻ. BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മതരാഷ്ട്രമാകുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. RSS അജണ്ടയെ എതിർക്കാൻ ആർജവമുള്ളത് ഇടതുപക്ഷത്തിന് മാത്രമെന്ന് സുഭാഷ് നിയേലി. കേരളത്തിലാദ്യമായി ഡബിൾ ഡെക്കർ ട്രെയിനിന്റെ പരീക്ഷണയോട്ടം. ഉദയ എക്സ്പ്രസ് പാലക്കാട്ടെത്തിയത് സ്ഥിരം സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി. പാലക്കാട് ജംഗ്ഷനിലെ സൗകര്യങ്ങൾ തൃപ്തികരം. ഡിവിഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ട്രെയിനിനെ വരവേറ്റു. കൊടും വേനലിൽ ജലസംഭരണത്തിൽ വീഴ്ച. മങ്കര കണ്ണംകടവ് തടയണയിൽ ജലം ഷട്ടറിടാത്തതിനാൽ ഒഴുകി പാഴായി. അധികൃതരുടെ അനാസ്ഥയെന്ന് ആക്ഷേപം. പൂരാവേശത്തിൽ തൃശൂർ. നഗരം സാമ്പിൾ വെടിക്കെട്ടിനൊരുങ്ങി. സാമ്പിൾ ഇന്ന് വൈകിട്ട് 7:30. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വനം വകുപ്പിന്റെ 2ാമത്തെ സർക്കുലറും പിൻവലിച്ചതോടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്കും പരിഹാരം. പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കമായി. പൂരം 19-ന്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.